കടം വാങ്ങുന്തോറും അല്ലെങ്കിൽ കൊടുക്കുന്തോറും കൂടുന്ന മഹാസാഗരം. കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ, കിട്ടിയത് വളരെ ചുരുക്കവും. കടം തീർക്കണമെന്ന ആഗ്രഹവുമായി ഞാൻ ചെന്നുപെട്ടത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. ചോദിച്ചു ദക്ഷിണ വയ്ക്കാൻ. ഒരു തണ്ടിയായ എൻ്റെ കയ്യിൽ എവിടെ ഇരിക്കുന്നു അതിന് കാശ്? വാങ്ങിച്ചു ഞാൻ കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടമായിട്ട്, എന്നിട്ട് ദക്ഷിണ വെച്ചു. അവസാനം ഇതെല്ലാം പോയി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ളത് ഒരു കൈപ്പിടിയിലുള്ളതിനേക്കാളും വലിയ കടവും 2 കീറിയ നിക്കറും. സബ്രോങ്കി സിന്ദഗി അല്ല, അവസാനം എനിക്ക് മനസ്സിലായി, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കുറെ കടങ്ങളും ഈ സിന്ദഗി മേ നഹി ഖതം ഹോ ജാതി ഹെ. മിക്കവാറും ഈ ജീവിതത്തിൽ ഈ സിന്ദഗിയിൽ തന്നെ ഈ കടങ്ങളൊന്നും തീരാ പോണില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇങ്ങനെ കഥകൾ പറയാനായിട്ട് ഇഷ്ടം പോലെ കടത്തിന്റെ കഥകൾ നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ വെറുതെ ഒരു ചാനലിലേക്ക് പിന്നെ നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കടം കൊടുക്കൽ, കടം വാങ്ങൽ, കടത്തിനെ കുറിച്ചാണ് ഇന്ന് ജസ്റ്റ് സംസാരിക്കാമെന്ന് വെച്ചത്. അപ്പൊ അതിനു മുന്നേ ആയിട്ട് ഈ ചാനൽ തുടങ്ങിയതിന്റെ കാരണവും ഈ ചാനൽ നമുക്ക് കുറെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എയിമൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. അതിന്റെ ഒരു ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ചാനലിലെ ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്ന എല്ലാ വീഡിയോസും നമ്മുടെ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസുകളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് മിക്കത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിലും ആവശ്യത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ്, കടം വാങ്ങിക്കലും കടം കൊടുക്കലും ആയിട്ട് കുറേ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് വെച്ചു. ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും കടം കൊടുക്കൽ അല്ലെങ്കിൽ കടം വാങ്ങലിൽ ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അതിൽ എനിക്ക് തോന്നുന്നു 90% ആൾക്കാരും കടം കൊടുക്കലും അതിൽ നിന്ന് കിട്ടിയ പണികൾ വാങ്ങലും ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനും ഇഷ്ടം പോലെ പൈസ കടം കൊടുത്തിട്ടുണ്ട്. വലിയൊരു പ്രശ്നത്തിൽ പോയി വീണിട്ട് പോലും ആ ഒരു പൈസ തിരിച്ചു തരാനുള്ള മനസ്സ് പോലും ഇല്ലാത്ത പല ആൾക്കാരും ഉണ്ട്. അങ്ങനെ കിട്ടാത്ത കുറെ കടം നിങ്ങൾക്കും ഉണ്ടാവും. അപ്പൊ കടം കൊടുത്തിട്ട് ആ കടം കൊടുത്ത പൈസ മുഴുവൻ കിട്ടിയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെറിയ ആരും കാണൂല എന്നുള്ളതാണ് പോയിന്റ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ഉള്ള കാര്യമായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട് ആയിട്ടുള്ള ആർക്കെങ്കിലും ഒക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ അറിയാന്നുള്ള പരിചയമുള്ള ഒരാൾക്ക് പൈസ കടം കൊടുക്കുന്നു. ആ പൈസ ചിലപ്പോൾ വൻ രീതിയിൽ അത്യാവശ്യം എന്ന് പറഞ്ഞായിരിക്കും നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത്. പക്ഷെ ആ പൈസ ഇവർ പറഞ്ഞ സമയത്ത് ഇവർ തിരിച്ചു തരുന്നില്ല. നമ്മൾ ചോദിക്കാനായിട്ടൊരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. എനിക്കൊക്കെ ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ആ ബുദ്ധിമുട്ട് പാടില്ല എന്നുള്ളതാണ്. പൈസ ചോദിക്കുന്നു, അവർ തരുന്നില്ല, കുറച്ച് ദിവസം കഴിയിട്ടെന്ന് പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു, പിന്നെ നമ്മുടെ സംസാരം മാറുന്നു. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നു എന്നുള്ളതാണ്. അതിപ്പോ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ ബന്ധുക്കളാവാം, ആരായിരുന്നാലും ആ ഒരു റിലേഷൻ നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞത്. ഇങ്ങനെ കടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കടം കൊടുത്ത പൈസ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടും തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ കടം അല്ലെങ്കിൽ ആരായിരുന്നാലും കടം കൊടുത്തിട്ട്, ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ചോദിച്ച ആൾക്കാരെല്ലാവരും, പല ആൾക്കാരും പറയുന്നുണ്ട്, ഞാൻ ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അത്യാവശ്യത്തിന് വെച്ചിരുന്ന പൈസയാണ് എടുത്ത് കൊടുത്തത്. എനിക്കും അത് കണക്ക് പല എക്സ്പീരിയൻസുകളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാ ആൾക്കാർക്കും അത് കണക്ക് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കും ഈ കുറച്ച് ദിവസത്തിൽ തരാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് തരാം, അല്ലെങ്കിൽ സാലറി കിട്ടുമ്പോൾ തരാം, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ടൈമിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഇവിടെ കടഞ്ഞ് വിളിച്ച് നിലവിളിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മളെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മളെ കയ്യിലുള്ള പൈസ കടം വാങ്ങിക്കാനായിട്ട് വരുന്ന ആൾക്കാർ അവര് കാണിക്കുന്ന സംഭവം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൈസ ഇല്ലാത്തവർ അപ്പുറത്തുനിന്ന് മറിച്ച് വരെ കൊടുക്കും. ആ രീതിക്കായിരിക്കും അവർ സങ്കടം പറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻ ആ സമയത്ത് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ഇത് തിരിച്ചു ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, നമ്മൾ കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കുന്നതിനേക്കാളും വലിയ ഒരു യാചനയും ഒരു ഭിക്ഷക്കാരന് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ആ പൈസ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. ആക്ച്വലി കടം കൊടുക്കാതിരുന്നാൽ തന്നെ നമ്മൾക്ക് പകുതി സമാധാനം ആവും എന്നുള്ളതാണ്. ഇത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. കടം വാങ്ങിക്കാൻ അല്ലെങ്കിൽ കടം ആരെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. ആ നോ ചിലപ്പോൾ അവിടുത്തെ ഒരു മുഷിച്ചിലിന് മാത്രമേ കാരണമാവുകയുള്ളൂ. പക്ഷെ നമ്മൾ ഈ പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബന്ധം തകരുന്ന വരെ, ആ ഒരു ലെവലിലോട്ട് വരെ ഈ ഒരു കടം വാങ്ങിക്കൽ ആയി പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്.
അതുപോലെ വേറൊരു കാര്യമാണ്, നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കൂല എന്നുള്ളത്. അതായത് നമ്മളൊരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന പൈസ ആയിരിക്കും, ഒരു എമർജൻസിക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു EMIക്കോ മാറ്റി വെച്ചേക്കുന്ന പൈസ ആയിരിക്കും. ആ EMIക്ക് 2 ദിവസം മുന്നേ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് അത് നമ്മുടെ അടുത്ത് കരഞ്ഞ് നിലവിളിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പൈസ എന്ന് പറഞ്ഞാൽ, ആ ഒരു സമയത്ത് നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അവർ പറയാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മുൻകൂട്ടി കാണുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ തിരിച്ച് തരണത് എങ്ങനെ, അല്ലെങ്കിൽ തിരിച്ച് തരാൻ വേണ്ടി എങ്ങനെ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 വർഷം മുന്നേ ഇവന്മാരെ കയ്യിൽ നിന്ന് ആരോ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവൻ വല്ലതും കൊടുക്കാന്ന് പറഞ്ഞ പൈസ ആയിരിക്കും ആ 30-ാം തീയതി ഇപ്പം നമുക്ക് തരാമെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല. അവർ പൈസ കൊടുക്കാൻ പോകുന്നില്ല, നമുക്ക് പൈസ കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കൂല. അങ്ങനെ നമ്മളെ ഈ ഒരു EMI മുടങ്ങുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും വേറൊരിടെന്തെങ്കിലും കടം വാങ്ങിച്ചത് അടയ്ക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കുറേ കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ കടം കൊടുക്കുന്ന ആൾക്കാരെ കുറേ കാര്യങ്ങൾ ബ്രേക്കായി പോകുമെന്നുള്ളതും ഇതിന്റെ ഒരു നെഗറ്റീവ് വശമാണ്. ഇതിൽ കടം കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞ പോലെ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഞാൻ തന്നെ പലതവണ ആലോചിച്ചിട്ടുണ്ട്. പല ആൾക്കാരെയും വിളിച്ചിട്ട് 100 രൂപ, അല്ലെങ്കിൽ 100 രൂപ അത്യാവശ്യമായിട്ട് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് പൈസ ഇല്ലെന്ന് പറയും. ഞാൻ ആലോചിക്കണം, 10,000-15,000 ഏറ്റവും മിനിമം സാലറി വാങ്ങിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ 100 രൂപയൊക്കെ ഇല്ലെന്ന് പറയുന്നത് ഉള്ള കാര്യം തന്നെ. ഇതൊക്കെ വെറുതെ ആയിരിക്കും. അല്ലെ, ഇവർ എല്ലാ ആൾക്കാരുടെ കയ്യിൽ 100 രൂപ ഉണ്ടാവും. പക്ഷെ ഞാൻ പിന്നെയാണ് ആ ഒരു സംഭവം മനസ്സിലാക്കിയത്, 100 രൂപയല്ല അവിടെ വിഷയം എന്നുള്ളത്. കാരണം അവരവിടെ ഒരു ഇല്ല എന്നുള്ള സംഭവം പറഞ്ഞുകൊണ്ട് ഈ ആവശ്യമുള്ളവൻ വേറൊരാളുടെ അടുത്ത് പോകുന്നു, അവരുടെ അടുത്ത് ചോദിക്കുന്നു, ചിലപ്പോൾ അവരിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ വേറൊരാളടുത്ത് പോകുന്നു, അവരിൽ നിന്ന് കിട്ടും. ആ രീതിക്കായിരിക്കും പോകുന്നത്. അവർക്ക് നമ്മളൊരു ഓപ്ഷൻ മാത്രമുണ്ട്. പക്ഷെ നമ്മൾ ഈ പൈസ എങ്ങാനും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 100 രൂപയിലല്ല കാര്യം, പിന്നെ നമുക്ക് നഷ്ടപ്പെടേണ്ട സമാധാനത്തിലാണ് കാര്യം എന്നുള്ളത് എനിക്കത് പിന്നെ മനസ്സിലായി. അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കടം കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ പറ്റൂല, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള പൈസ ആണെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളത്. പിന്നെ കടം കൊടുത്താലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ദാനം ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കൊടുക്കുക. തിരിച്ച് കിട്ടൂല എന്ന് പ്രതീക്ഷിച്ച് കൊടുക്കുക. കിട്ടിയാ ഭാഗ്യമൊന്നും ആണെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട്, അതായത് തിരിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്ന കുറച്ച് ആൾക്കാർ. അപ്പോൾ അവർ ചെയ്യുന്നത്, ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരൻ ആനത്തിന് കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും, ആവശ്യം ഉണ്ടെങ്കിൽ പൈസ ചോദിക്കും, അതുപോലെ തന്നെ കറക്റ്റ് തരുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചൊരു സംഭവമുണ്ട്. അതായത് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു 10-ാം തീയതി പറഞ്ഞു, അവൻ 8-ാം തീയതി എവിടെന്നെങ്കിലും സെറ്റ് ചെയ്ത് തന്നിരിക്കും. അത് നമ്മളെ കണക്കുള്ള ആൾക്കാർ, പല ആൾക്കാരും അങ്ങനെയാണ്, തിരിച്ച് കറക്റ്റ് കൊടുക്കുന്ന ആൾക്കാർ. 10-ാം തീയതിയാണ് നമുക്ക് പൈസ കിട്ടും എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 ദിവസം കൂട്ടി പറയുക, അതായത് 12-ാം തീയതി പറയുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു വിശ്വാസം കാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 12-ാം തീയതി പറഞ്ഞിട്ട് 10-ാം തീയതി തന്നെ കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു അത്യാവശ്യം വരുമ്പോഴത്തേക്ക് ചോദിച്ചാൽ നമുക്ക് പൈസ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ നമുക്കത് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് 10-ാം തീയതി കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൺ എടുക്കുമല്ലോ, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് കളയും. അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ എടുക്കൂല. ചിലപ്പോൾ നമ്മൾ അടുത്ത് നിന്നിട്ടായിരിക്കും വിളിക്കണം, എന്നാൽ പോലും ഉമ്മാർ എടുക്കൂല. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ എനിക്ക് കാണിച്ചു തന്നൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് ഇന്ന ഡേറ്റിൽ തരാൻ പറ്റൂല, അവൻ പറഞ്ഞ ഡേറ്റിൽ തരാൻ പറ്റാതെ എന്തെങ്കിലും ഒരു ടാസ്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്നേ അവൻ എവിടെന്നെങ്കിലും മറയ്ക്കാനുള്ള ഒരു സ്കീമും കൂടെ സൈഡിൽ കൂടെ നോക്കും. എന്നിട്ട് ഇവ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് കാര്യം പറയും, ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഈ പൈസ തിരിച്ച് ഇന്ന ഡേറ്റിൽ തിരിച്ചു തരാനായിട്ട് ചെറിയൊരു ടാസ്ക് ഉണ്ട് എന്ന് പറയും. അപ്പോൾ നിനക്ക് അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും. അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ വേറെ എവിടെ എന്തെങ്കിലും മറിച്ച് തരുമോ എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് അത്യാവശ്യം ഇല്ലാത്തതായിരിക്കും. പക്ഷെ ആ ഒരു നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ആണ് ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു സംഭവം പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, ശിവന് ഇങ്ങനെ ഒരു പ്രശ്നമായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇപ്പം നമുക്ക് കറക്റ്റ് തിരിച്ചു തരും എന്നുള്ള ഒരു സംഭവം നമുക്ക് വരും. പക്ഷെ പല ആൾക്കാരും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സംഭവം ഇത് വിളിച്ച് പറഞ്ഞാൽ തീർന്ന പ്രശ്നമായിരിക്കും. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഫോൺ ഓഫാക്കി വെക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ കോൾ എടുക്കാതിരിക്കുകയോ ചെയ്യും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അഥവാ എന്തെങ്കിലും ഒരു കാരണവശാൽ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, കാര്യം പറയുക എന്നുള്ളതാണ്, കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഫോൺ എടുക്കാതിരിക്കേണ്ടതുള്ള സംഭവമല്ല. അഥവാ അത്യാവശ്യമുള്ള പൈസയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഉദ്ദേശ സ്ഥലത്ത് നിന്ന് പൈസ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും മറിച്ച് ഈ വാങ്ങിച്ച ആളുടെ കയ്യിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു അത്യാവശ്യ ഘട്ടത്തിന് നമ്മളെ സഹായിച്ച ഒരാളാണ്. കാരണം ആ പൈസ നമുക്ക് ആ സമയത്ത് അത്ര അത്യാവശ്യമായിരുന്നു. ഓക്കെ, അതുപോലെ ഈ കൊടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ കൊടുക്കാതിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് കൊടുത്തു പൈസ തിരിച്ചു കിട്ടിയില്ല, രണ്ടാമത്തെ ഒരാൾക്ക് കൊടുത്തു പൈസ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തിരിച്ചു കിട്ടിയില്ല, അതുപോലെ തന്നെ മൂന്നാമത്തെ ആൾക്കും കൊടുത്തു. ഇത് കണക്ക് നമ്മൾ പണി ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കണക്ക് തിരിച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അത് അത്യാവശ്യമായിട്ട് ജെന്യുവിനായിട്ട് ആവശ്യമുള്ള ആരെങ്കിലും ആണ് നമ്മുടെ അടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും നമ്മൾ ഇല്ലെന്നേ പറയുള്ളൂ.
അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ടൊരു പേടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത ആൾക്കാർ കാരണം കുറെ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഒരു അറിയാലോ, നമ്മളെ സാധാരണക്കാരാണ്, അപ്പം നമുക്ക് ചിലപ്പോൾ കടം വാങ്ങിക്കേണ്ടിയൊക്കെ വന്നിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വരാം. ആ സാഹചര്യത്തിൽ ഈ പൈസ ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്കത് പ്രോപ്പറായിട്ട് കിട്ടൂല എന്നുള്ളത്, നമ്മളെ കാര്യം നടക്കൂല എന്നുള്ളതാണ് ഇതിലൊരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ കടം വാങ്ങിക്കുന്ന പൈസ, ഇതിപ്പോ 1000 ഇടുന്നാലും 5000 ഇടുന്നാലും 10000 ഇടുന്നാലും അത് ഉണ്ടാക്കാനായിട്ട് ആ കടം തന്ന ആള് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ടാവും. കാരണം നമുക്കത് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. വെറുതെ ഇരുന്നെന്ന് പറഞ്ഞൊരു പൈസ വരാൻ പോകുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പണി എടുത്താൽ, എന്തെങ്കിലും ഒരു വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ. അപ്പൊ ആ ഒരു പൈസ സേവ് ചെയ്തിട്ടുള്ള പൈസ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കും അവർ നിങ്ങൾക്ക് കടമായിട്ട് നിങ്ങളെ വിശ്വാസം തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അത് അതായത് നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന സംഭവമാണ്. പൈസ എന്ന് പറഞ്ഞാൽ വെറും പേപ്പറാണ്. നമുക്ക് അത്യാവശ്യത്തിന് യൂസ് ആകുമ്പോഴത്തേക്ക് മാത്രമാണ് അതിനൊരു വാല്യൂ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ നടക്കട്ടെ എന്ന് കരുതിയായിരിക്കും നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വരുമ്പോഴത്തേക്ക് ഇവർ ഈ പൈസ എടുത്ത് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ആ പൈസ അതായത് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പൈസയ്ക്ക് ഒരു വിലയില്ലാത്ത കണക്ക് കാണിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു പൈസ ആ ആളുടെ, നമുക്ക് കടം തന്ന ആളുടെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളെ കാര്യം പ്രോപ്പറായി നടന്നു എന്നുള്ളതാണ്. കാരണം എല്ലാ ആൾക്കാരും കടവും തരാൻ പോകുന്നില്ല. പക്ഷെ അപ്പോൾ നമ്മൾ ആ ഒരു വിശ്വാസം കാക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ്. ആരും വെറുതെ ഇരുന്നെന്ന് പറഞ്ഞൊരു പൈസയും കിട്ടൂല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അപ്പോൾ ആ ഹാർഡ് ഏൺഡ് മടിയായിട്ടോ ഉള്ള പൈസയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കേണ്ട ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു മാന്യത നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് പൊതുവായിട്ട് കടം വാങ്ങിച്ചിട്ട് തിരിച്ച് കൊടുക്കാത്ത ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു അത്യാവശ്യം വന്നേക്കാം. അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് ഈ ആളുടെ കയ്യിൽ, നിങ്ങൾ നേരത്തെ വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത ആളുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് തലകുത്തി കിടന്ന് ചോദിച്ചിരുന്നാലും ആ പൈസ അത് കിട്ടാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ഒരു പ്രാവശ്യം ആ ഒരു വിശ്വാസത്തെ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും എപ്പോഴെങ്കിലും ഒക്കെ ചിലപ്പോൾ ഒരു മാസമോ ഒരു വർഷമോ 5 വർഷമോ ഒക്കെ ആയിട്ട് ചെറിയ വല്ല എമൗണ്ട് പോലും, ചിലപ്പോൾ ഒരു 500 രൂപ 1000 രൂപ ആയിരിക്കാം, അത് കൊടുത്തിട്ട് ഇപ്പോഴും ആ ആളുടെ പുറകിൽ ആ പൈസ ചോദിച്ച് കിടക്കുന്ന പല ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അതെനിക്കറിയാം. ഓക്കെ, അപ്പോൾ അത് ഞാനും ഇത് കണക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 500 രൂപ കൊടുത്ത ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വട്ടം 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ വെച്ച് ഞാൻ ചെറിയ രീതിയിൽ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു തവണ 500 രൂപ വാങ്ങിച്ചു. ആ 500 രൂപ വാങ്ങിച്ചിട്ട് 1 മാസമായിട്ട്, അത് നാളെ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്, 1 മാസമായിട്ട് ആ പൈസ കിട്ടിയിട്ടില്ല. 2 മാസമായിട്ട് പൈസ കിട്ടിയിട്ടില്ല. 3 മാസമായിട്ട് കിട്ടിയിട്ടില്ല. അവസാനം അത് 1 വർഷമായി. ഈ 1 വർഷത്തിൽ ഡെയിലി 1 രൂപ വെച്ച് സേവ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഡെയിലി 1 രൂപ വെച്ച് ഉണ്ടാക്കിയിരുന്നെങ്കിൽ പോലും എൻ്റെ കടം വീട്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഈ ഒരു വലിയ പ്രശ്നത്തിനകത്തോട്ട് പോയി, ലക്ഷങ്ങൾ കടം ഉണ്ടായി. ആ കടം ഉണ്ടായിട്ട് പോലും, ഈ കടം ഉള്ള കാര്യം അറിഞ്ഞിട്ട് പോലും ആ പൈസ തരാനുള്ള ഒരു മനസ്സ് ഇവർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കൊരു വേറൊരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് ഈ കടം വാങ്ങിച്ചിട്ടുള്ള ഒരാൾ, ഞാൻ ഒരാളടുത്ത് അജിത്ത് ബ്രോയോട് സംസാരിച്ചപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അജിത്ത് ബ്രോയോട് സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത്, പുള്ളിക്കാരന് ഒരു 2 ലക്ഷം രൂപയോളം തിരിച്ച് കിട്ടാറുണ്ട് പുള്ളിക്കാരൻ കൊടുത്ത പൈസ. അതിൽ പല കടം വാങ്ങിച്ച ആൾക്കാരും വലിയ രീതിക്ക് ഇപ്പോൾ UK, അത് പുറത്ത് രാജ്യങ്ങളിൽ പോയി നല്ല രീതിക്ക് ജോലി ചെയ്ത് സെറ്റപ്പായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഈ 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, പുള്ളി പറയണ സംഭവം, ഈ 2 ലക്ഷം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എൻ്റെ വീട് ഇപ്പോൾ ഫുള്ള് പണി തീർന്നിറങ്ങി, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയേ എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, നമ്മൾ എപ്പോഴെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ട്, നമ്മളൊരു നല്ല സമയത്ത് എത്തുമ്പോഴത്തേക്കെങ്കിലും ആ പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വലിയ വലിയ ഉപകാരങ്ങളാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഈ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത ആൾക്കാർ. കാരണം ഇപ്പോൾ ആ പുള്ളിക്കാരന് ഈ 2 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ വീട് കംപ്ലീറ്റ് ആയേനെ. പക്ഷെ ഈ 2 ലക്ഷം അല്ലെന്നുണ്ടെങ്കിൽ പണ്ട് വാങ്ങിച്ച 10,000 ഇപ്പോൾ UK US ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒന്നുമേ അല്ലായിരിക്കും. പക്ഷെ നമുക്ക് പൈസ വേണ്ട സമയത്ത് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, പണ്ട് ആരെങ്കിലും നമുക്ക് 50 രൂപ തന്നിട്ടുണ്ടെങ്കിൽ ആ 50 രൂപ നമ്മൾക്ക് ഇപ്പൊ തിരിച്ചു കൊടുക്കാമെന്നുള്ളതാണ് എന്റെ പോയിന്റ്. അതുപോലെ തന്നെ ഈ കടം വാങ്ങിച്ച പല ആൾക്കാരുടെ ക്ലീശ ഡയലോഗുകളിൽ ഒരെണ്ണമാണ്, ഞാൻ നാളൊന്നും വിട്ടു പോയിട്ടില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഇല്ലേ, പൈസ കിട്ടാതെയൊന്നും പോകില്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഇല്ലേ, ഞാൻ തട്ടിപ്പോയിട്ടില്ലല്ലോ എന്നുള്ളത്. പല ആൾക്കാരും ഈ ഒരു ആൻസർ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. കുറെ ആൾക്കാർ ഇത് കണക്ക് പറയുന്ന ആൾക്കാരുണ്ട്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഇല്ല, ഞാൻ അവിടത്തും പോയിട്ടൊന്നും ഇല്ല, നിന്റെ പൈസ കിട്ടൂലേ. ആക്ച്വലി ആ പൈസക്ക് എപ്പോഴാണ് വാല്യൂ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആവശ്യ സമയത്ത് ആ പൈസ നമ്മളെ കയ്യിൽ ഉണ്ടാകുമ്പോഴത്തേക്കാണ്. കാരണം അങ്ങനെ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഇവർ പൈസ തന്നിട്ടുള്ളതും നിങ്ങളുടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളതും.
ഇതുപോലെ തന്നെ വേറൊരു സംഭവം എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാണും. അതായത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കടം കൊടുക്കുന്ന ആൾ, കടം കൊടുക്കുന്നു, അത് തിരിച്ച് കിട്ടുന്നു, കടം കൊടുക്കുന്നു, തിരിച്ച് കിട്ടുന്നു, അത് നമുക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അവരെടുത്ത് ഇവരുടെ കയ്യിൽ നോർമലി പൈസ ഇല്ല. ഓക്കെ, അപ്പൊ ഇവരെടുത്ത് വേറൊരാൾ കടം ചോദിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഈ പുള്ളിയുടെ അടുത്ത് വേറൊരാൾ കടം ചോദിച്ചു, ഇവരുടെ ബന്ധു തന്നെയാണ്. കടം ചോദിച്ചപ്പോഴത്തേക്ക് ആ പുള്ളി എന്റെ കയ്യിൽ നിന്ന് അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് അവൻ തന്നില്ലേ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അവർക്ക് കൊടുക്കുന്നു. അതെ, അവസാനം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ പയ്യൻ പൈസ പറഞ്ഞ ഡേറ്റിന് തരുന്നില്ല. ഞാൻ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നു, അവസാനം ഇവർ കയ്യിൽ നിന്ന് പൈസ എടുത്ത് എനിക്ക് തരേണ്ട അവസ്ഥ വരുന്നു. ഇങ്ങനെയും പല സാഹചര്യങ്ങളും നിങ്ങൾക്കും ഉണ്ടായിരുന്നേക്കാം. അപ്പോൾ കടം കൊടുക്കുന്ന ആൾക്കാരും കടം വാങ്ങിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് പൈസയുടെ വാല്യൂ വരുന്നത് അത് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള സമയത്ത് നിൽക്കുമ്പോഴത്തേക്കാണ്. അപ്പോൾ കടം വാങ്ങിച്ചവർ പ്രോപ്പറായിട്ട് കടം തിരിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വരുമ്പോഴത്തേക്ക് തിരിച്ച് അത് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കടം കൊടുക്കുന്ന ആൾക്കാർ മാക്സിമം കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് എങ്ങാനും തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ 50 രൂപയാണെങ്കിൽ 50 രൂപയാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടാമത് അവരൊരു സങ്കടം പറഞ്ഞിട്ടായിരിക്കും നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. നമ്മളൊരു 50,000 സങ്കടം അങ്ങോട്ട് പറഞ്ഞാലും ആ പൈസ തിരിച്ച് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ കടം കൊടുക്കുക, കടം വാങ്ങിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.